അവസാനമായി മനോജ് പറയുന്നത് ഇങ്ങനെയാണ്: ഇദ്ദേഹമാണോ യേശുവിന്റെ പിതാവ് എന്ന് അറിയില്ലെങ്കിലും എന്തോ കാരണത്താൽ യേശുവിന്റെ പേരിനൊപ്പം ഒരു പാന്തേരയുടെ പേരും ചേർത്ത് വിളിക്കപ്പെട്ടിരുന്നു. യേശുവിന്റെ പേരിനൊപ്പം ഒരു പാന്തേരയുടെ പേരും ചേർത്ത് വിളിക്കപ്പെട്ടിരുന്നില്ല മനോജ്. ഇദ്ദേഹം പറയുന്നത് ഇപ്പോൾ നിർമ്മൽ ജെയിംസ് എന്നൊക്കെ പറയുന്നത് പോലെ യേശു ബെൻ പാന്തേര എന്ന് യേശുവിന്റെ സർനെയിമായിട്ട് പാന്തേരയുടെ പേര് കൂട്ടത്തിൽ ചേർത്തിരുന്നു എന്നാണ്. പക്ഷെ ആദ്യ 5 നൂറ്റാണ്ടുകളിലെ ഒരു ഡോക്യുമെന്റിൽ പോലും ഇത്തരം ഒരു പരാമർശം എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. ശരിയാണ്, സെൽസൂസ് മറിയത്തിനെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്, പാന്തേരയുമായിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടെന്നും പിടിക്കപ്പെട്ടെന്നും ഒക്കെ. പക്ഷെ അവിടെയും മനോജ് ഈ പറയുന്നത് പോലെ യേശു ബെൻ പാന്തേര എന്നൊരു പ്രയോഗം, യേശുവിന്റെ സർനെയിമായിട്ട് പാന്തേരയുടെ നെയിം ചേർത്തുകൊണ്ട് യേശു ബെൻ പാന്തേര എന്നൊരു പ്രയോഗം അവിടെ എവിടെയും ഇല്ല. എലിയാസർ എന്ന റബ്ബിയുടെ കഥ നമ്മൾ കണ്ടു അല്ലെ? അതിലെങ്ങും ഇങ്ങനൊരു പരാമർശമേ ഇല്ല. ദാമയുടെ മകനായ എലിയാസറിന്റെ കഥ 9ഓ 10ഓ നൂറ്റാണ്ടോടുകൂടി പകർത്തി എഴുതപ്പെട്ട വിയന്ന മാനുസ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഒരു പ്രയോഗം കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അത് ഡേറ്റ് ചെയ്യേണ്ടത് 9ഓ 10ഓ നൂറ്റാണ്ടിലേക്കാണ്. ഈ ഒരു പ്രയോഗം, യേശു ബെൻ പാന്തേര എന്ന പ്രയോഗം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ബാബിലോണിയൻ താൽമുദിലാണ്. ഈ ബാബിലോണിയൻ താൽമുദ് ഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന 5ഓ 6ഓ നൂറ്റാണ്ടുകളിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. യേശുവിന്റെ ഒരു സർനെയിം എന്ന രീതിയിൽ യേശു ബെൻ പാന്തേര എന്ന പ്രയോഗം ആദ്യ 5 നൂറ്റാണ്ടുകളിലെ ഒരു ഡോക്യുമെന്റിലും കാണാൻ സാധിക്കില്ല. ഈ ഒരു പ്രയോഗം യേശു ബെൻ പാർത്തേന എന്ന ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കാനായിട്ട് ക്രൈസ്തവ വിരോധികൾ അന്ന് ഉപയോഗിച്ച ഒരു പൺ മാത്രമാണ്. ഇതാണ് ഇന്ന് മിക്ക ചരിത്രകാരന്മാരും അംഗീകരിക്കുന്നത്. ഫുൾ വീഡിയോ എൻ്റെ തിയോലോജിക് യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് യുക്തിസഹമായി മറുപടി നൽകുന്നതിനോടൊപ്പം നുണക്കഥകളെ പൊളിച്ചെടുക്കുകയും ചെയ്യുന്നതാണ്. എൻ്റെ ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. അതിനായി വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ആക്റ്റീവായി എൻ്റെ ഒപ്പം ചേരാനും നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്.